കരുതലുണ്ടല്ലോ, എനിക്ക് ആശ്വാസം. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി തന്നെയാണ്. ഉമാ തോമസ് പതിയെ നടന്നു തുടങ്ങിയിരിക്കുകയാണ്. ആശുപത്രി മുറിക്കുള്ളിൽ ഡോക്ടറുടെയും നഴ്സിനെയും കൈപിടിച്ച് ചിരിച്ചുകൊണ്ടാണ് ഉമാ തോമസ് നടന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉമാ തോമസ് ചികിത്സയിൽ കഴിയുന്നത്. ഇങ്ങനെ ഒരു കരുതലുണ്ടല്ലോ, അത് തന്നെയാണ് എന്റെ ആശ്വാസം എന്നാണ് ഉമാ തോമസ് ഡോക്ടറോട് പറഞ്ഞത്. ആരോഗ്യനിലയിൽ വലിയ മാറ്റമുണ്ടായതിനു ശേഷം നിരവധി പേരാണ് ഉമാ തോമസിനെ ദിവസവും ആശുപത്രിയിൽ കാണാനെത്തുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടി പ്രവർത്തകരും പൊതുപ്രവർത്തകരുമെല്ലാം ഉമാ തോമസിനെ സന്ദർശിക്കാൻ ആശുപത്രിയിലും എത്തിയിരുന്നു. കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിനെ കാണാൻ ഇന്ന് ഉച്ചയോടെയാണ് മുഖ്യമന്ത്രിയും എത്തിയത്. ചേർത്ത് പിടിച്ചതിന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഉമാ തോമസ് MLA നന്ദി പറയുകയും ചെയ്തു. നിയമസഭയിൽ പോകണമെന്നാണ് ഉമാ തോമസിന്റെ ഇപ്പോഴത്തെ ആഗ്രഹമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഇവർ പറയുന്നത് അനുസരിക്കൂ, ബാക്കി ഇത് കഴിഞ്ഞ് നോക്കാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. തന്നെ കാണാനെത്തിയതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് ഉമാ തോമസ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. സുഖം പ്രാപിക്കുന്ന ഉമാ തോമസ് വൈകാതെ ആശുപത്രി വിടുമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ മന്ത്രി ബിന്ദുവിനോടും മറ്റുള്ളവരോടും ഉമാ തോമസ് വീഡിയോ കോളിലൂടെ സംസാരിച്ചിരുന്നു. ഡിസംബർ 29-നാണ് കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനായി സ്ഥലം MLA കൂടിയായ ഉമാ തോമസ് അന്ന് എത്തിയിരുന്നത്. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ വേദിയിൽ നിന്നും 15 അടി താഴേക്ക് പതിച്ച് ഉമാ തോമസിന്റെ തലച്ചോറിനും ശ്വാസകോശത്തിന് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റത്. സ്റ്റേജ് കെട്ടിയതിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തി സംഘാടകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കൊച്ചി കോർപ്പറേഷനും GCDAയും പ്രതിക്കൂട്ടിലാവുകയും ചെയ്തിരുന്നു.